മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ നോർത്ത് അമേരിക്കയിലെ ഡനാലി പർവ്വതത്തിൽ കുടുങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ദൗത്യത്തിനിടയിലാണ് കൊടുങ്കാറ്റിൽ അദ്ദേഹം പെട്ടുപോയത്. ആഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. ആഷ്മി, കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ വാർത്തയുടെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്പസം മുൻപാണ് ഷെയ്ഖ് യാദൃച്ഛികമായി കിട്ടിയ ഒരു സാറ്റലൈറ്റ് ഫോണിൽ വിളിക്കുന്നത്. അപ്പൊ ഫോണിൽ വിളിക്കുമ്പോൾ അത് 2 ദിവസമായി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് ദനാലിയിൽ 17,000 അടി മുകളിലുള്ള ഒരു ക്യാമ്പിൽ അവനും കൂടെയുള്ള ഒരു അമേരിക്കൻ പർവ്വതാരോഹനും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ ഒരു പതാക അതിന്റെ ഏറ്റവും കൊടുമുടിയിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ദൗത്യം. ഫ്ലവേഴ്സ് പരിപാടികളൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ഷെയ്ഖ് ഹസൻ ഖാൻ ലോകപ്രശസ്തമായ 6 കൊടുമുടികൾ ഈ പറഞ്ഞ ഇന്ത്യൻ ദേശീയ പതാക ഏന്തി കീഴടങ്ങിയതാണ്. പ്രധാനപ്പെട്ട ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, വടക്കൻ അമേരിക്കയിലെ ദനാലി, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ എന്നടക്കമുള്ള പ്രധാന കൊടുമുടികൾ. ഇതുപോലെ ഓരോ ദൗത്യം, ഈ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഓരോ ദൗത്യമായി കൊടുമുടികൾ കയറുന്ന ശീലമുള്ള ആളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. നേരത്തെ സംസ്ഥാന ധനവകുപ്പിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് ഷെയ്ഖ്. ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്ത രാജ്യത്തിന്റെ അഭിമാനം കൂടിയ പർവ്വതാരോഹകനാണ്. ഇപ്പോൾ 17,000 അടി മുകളിൽ വലിയ കൊടുങ്കാറ്റാണ് എന്ന് പറയുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് 2 ദിവസമായി കുടുങ്ങിക്കിടക്കാണ്. യാദൃശ്ചികമായി കിട്ടിയ ഒരു സാറ്റലൈറ്റ് ഫോണിൽ കിട്ടിയതാണെന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഒരു രക്ഷാദൗത്യം സാധ്യമാവുകയെന്ന് ചോദിച്ചാൽ അത് വളരെ ദുഷ്കരമാണ് രക്ഷാദൗത്യം എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. അപ്പോ ഷെയ്ഖ് എന്റെ വളരെ അടുത്ത ബന്ധുവും നാട്ടുകാരനും കൂടാണ്. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ, ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചപ്പോ ഒരാശങ്ക. ഓക്കെ ആഷ്മി, ശരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അറിയാമോ ഇങ്ങനെ ഒരാൾ അമേരിക്കയിൽ ഈ പർവ്വത മുകളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത്? ഉറപ്പായും ഇന്ത്യയുടെ അല്ലെങ്കിൽ ആവശ്യമുള്ള സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് തന്നെ ആവശ്യമുള്ള പെർമിഷനൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഇത്തരത്തിലുള്ള പർവ്വതാരോഹക ദൗത്യങ്ങൾക്ക്, ഈ മൗണ്ടൻ എക്സ്പെഡിഷൻ ദൗത്യങ്ങൾക്ക് പോകുന്നത്. അപ്പൊ മൗണ്ട് ദനാനിയിലേക്ക് പോകുന്നതും ഉറപ്പായും അതിനുള്ള പെർമിഷൻ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സൂക്ഷിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹസിക യാത്ര. പക്ഷേ ഇത് അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റാണ്. സാധാരണഗതിയിൽ മൗണ്ട് ദനാലിയിൽ അത്തരത്തിലൊരു വലിയ ഇത്തരത്തിൽ അവിടെ കാറ്റുണ്ടാവാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയ കൊടുങ്കാറ്റ് അങ്ങനെ സാധാരണമല്ല എന്നാണ്. ആഷ്മി, ഒരു നിമിഷം ആഷ്മി ഹോൾഡ് ചെയ്താൽ ഈ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ ഇദ്ദേഹം പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അല്പസമയം. ആഷ്മി താജ് ഇബ്രാഹിം. ആഷ്മി, ശരിക്കും ഡൽഹിയിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തൊക്കെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഉണ്ടാകില്ല. അവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്നത് ദുഷ്കരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ തേടേണ്ട. ഷെയ്ഖ് ഹസൻ ഖാൻ അന്ന് വളരെ ആവേശത്തോടെ അദ്ദേഹം സംസാരിച്ചൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് അദ്ദേഹത്തിന് ഒരു പാഷനാണ്, ഒരു ജീവശ്വാസമാണ് എന്നത് എനിക്ക് മനസ്സിലായി. ഈ പർവ്വതാരോഹകനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഡൽഹി നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ അമേരിക്കയിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളും 24-ൻ്റെ മധു കൊട്ടാരക്കരയും ഒരു ശ്രമം നടത്തുക. കാരണം നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ലോകത്ത് സയൻസ് വളർന്ന ഈ കാലത്ത് ചിലപ്പോൾ ഒരു രക്ഷാകരം എങ്ങനെ നീണ്ടുവരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ആഷ്മി, ഈ ഷെയ്ഖ് ഹസൻ ഖാന് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെയാണോ അദ്ദേഹം സംസാരിച്ചത്? അവന് അകപ്പെട്ടു പോയ റിസ്കിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്. എവറസ്റ്റ് അടക്കം കീഴടക്കിയിട്ടുള്ള ഷെയ്ഖ് ഹസൻ ഖാന് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യം നേരിട്ടതാണ്. പക്ഷേ ഇപ്പോ 17,000 അടി മുകളിൽ പെട്ടുപോയ റിസ്കിന്റെ ഗൗരവം, ഒരു സീരിയസ്നെസ് ഷെയ്ഖ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രക്ഷാദൗത്യം, അത് ഇത്രയും അടി ഉയരത്തിൽ രക്ഷാദൗത്യം സാധാരണഗതിയിൽ പോസിബിൾ അല്ല എന്നിങ്ങനെ പറഞ്ഞു വെക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയോ വളരെ യാദൃശ്ചികമായി കിട്ടിയ ഒരു സാറ്റലൈറ്റ് ഫോണിൽ കിട്ടിയ ഒരു സമയത്ത് ഒരു ഫോൺ കോൾ ചെയ്യുകയായിരുന്നു അവന്റെ ഷെയ്ഖിന്റെ ഉദ്ദേശം. അപ്പോ അങ്ങനെ ഷെയ്ഖ് ഫോൺ വിളിക്കുകയും, അപ്പൊ ഞാനത് ഫോൺ കോൾ വന്നപ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ നമ്മൾ വാർത്തയാക്കിയാൽ ഒരു രക്ഷാകരം ഏതെങ്കിലും തരത്തിൽ, അസാധ്യമായ ഒന്നുമില്ല. അപ്പൊ രക്ഷാകരം എങ്ങനെയെങ്കിലും അങ്ങെത്താൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ വാർത്തയാക്കുക എന്ന ആലോചനയിലേക്ക് പോയത്. എന്തായാലും നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ആ പർവ്വതത്തിന് മുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സൈന്യത്തിന് ഒരു അഭിനന്ദനം അർപ്പിച്ച് ഒരു പതാക നാട്ടി ഒരു ചിത്രം ഇന്ത്യൻ സൈന്യത്തിൽ ട്രിബ്യൂട്ട് എന്ന രീതിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഷെയ്ഖിന്റെ ലക്ഷ്യം. ആ കയറ്റത്തിലാണ് 17,000 അടിക്ക് മുകളിൽ
ഇപ്പോൾ കൊടുങ്കാറ്റിൽ കുടുങ്ങിയ 2 ദിവസമായി ഭക്ഷണവും വെള്ളവും തീർന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും കൊടുങ്കാറ്റ് അതിശക്തമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് ഷെയ്ഖ് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ടാവുകയും ചെയ്തു. ഓക്കെ, ഹാഷ്മി താജ് ഇബ്രാഹിം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അമേരിക്കയിലുള്ള നമ്മുടെ മധു കൊട്ടാരക്കരയുമായി ബന്ധപ്പെടുത്താം. അതുകൂടാതെ നമുക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ കൂടി ഇത് കൊണ്ടുവരാം. കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുകയാണെങ്കിൽ അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി നമ്മൾ ഇദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ അദ്ദേഹം നോർത്ത് അമേരിക്കയിലെ ഡനാലി പർവ്വതത്തിൽ കുടുങ്ങിപ്പോയി. 17,000 അടി ഉയരത്തിലാണ് ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിലാണ് അവിടെ കുടുങ്ങിപ്പോയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പങ്കെടുത്തതിൻ്റെ ആദരസൂചകമായി ഒരു പതാക ഈ കൊടുമുടിയിൽ നാട്ടാൻ പോയ ദൗത്യത്തിനിടയിലാണ് അദ്ദേഹം അവിടെ പെട്ടുപോയത്. കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് എന്നുകൂടി ഹാഷ്മി താജ് ഇബ്രാഹിം ടെലിഫോണിൽ പറഞ്ഞു. ഇദ്ദേഹം കുറേ സമയം എന്നോടൊപ്പം ഈ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ പങ്കെടുത്തിരുന്ന കാര്യവും അപ്പോഴാ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചതുമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർഭവശാൽ ഇത് കേൾക്കുന്നുവെങ്കിൽ അങ്ങ് ഇതിനകത്തുനിന്ന് ഇടപെടണം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ അങ്ങേക്ക് ഇപ്പോൾ അയച്ചു തരും. അങ്ങയുടെ കാര്യമായൊരു ഇടപെടൽ ഉണ്ടാക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നമുക്ക് രക്ഷിച്ചെടുത്തേ മതിയാവൂ.